മുതൽക്കേ മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടി ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത്. ആ നാഷണൽ ബ്രേക്കിംഗ് ആയിരുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും. അതേസമയം ഈ ദിയാധനം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം തയ്യാറായെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചത്. നമുക്കറിയാവുന്നതുപോലെ എത്രയോ വർഷങ്ങൾ 7 വർഷം നീണ്ടൊരു നിയമ പോരാട്ടമാണ്. 2017 ഈ സംഭവം നടക്കുന്നു. 2018 മുതൽ തന്നെ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകി പിന്നീട് ഒരു പോരാട്ടം, ആ ശിക്ഷ റദ്ദാക്കാനുള്ള ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. പലവട്ടം പലകുറി ഈ തലാലിന്റെ കുടുംബവുമായി ഇവിടെ നിന്നുള്ളവർ ചർച്ചകൾ നടത്തി. പക്ഷേ ആ ചർച്ചകളൊക്കെയും പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോഴായിരുന്നു കാന്തപുരത്തിന്റെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടാകുന്നതും ആ വധശിക്ഷ നീട്ടിവെക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അപ്പോഴും കഴിഞ്ഞില്ല. വീണ്ടും ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. കാരണം തലാലിന്റെ കുടുംബം ഈ ഒരു ഒത്തുതീർപ്പുമായി യോജിക്കാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല പലതരത്തിലുള്ള ഈ വ്യാജ പ്രചാരണങ്ങൾ അടക്കം നടന്നു. വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേർന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി മലയാളികൾ ആഗ്രഹിച്ചിരുന്ന, നമുക്ക് സമാധാനം നൽകുന്ന ആ വാർത്ത വരികയാണ് ചെയ്തത്. ആ വാർത്ത രാജ്യത്തെ ആദ്യം അറിയിച്ച, ആ നാഷണൽ ബ്രേക്കിംഗ് നൽകിയ അനൽക സേത് എനിക്കൊപ്പം ചേരുന്നുണ്ട്. അനൽക, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ദയാധനം സ്വീകരിക്കാൻ ഈ തലാലിന്റെ കുടുംബം തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇനിയും കടമ്പകൾ ഏറെയുണ്ട് മറികടക്കാൻ, അല്ലേ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമുക്കറിയാം ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതീക്ഷയേകുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ കേൾക്കാൻ മലയാളികൾ അത് കാത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രതീക്ഷയേകുന്ന വാർത്ത ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. യമനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ നിമിഷപ്രിയയുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന് ശേഷം ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിൽ അവിടെ യമനിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയാൽ മധ്യസ്ഥത വഹിച്ച ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ നിരന്തരമായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഗോത്രവർഗ തലവന്മാരുമായും യമൻ ഭരണാധികാരികളുമായൊക്കെ തന്നെ ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വധശിക്ഷ നടപ്പിലാക്കില്ല എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദയാധനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം അന്തിമമായി വരേണ്ടതുണ്ട്. നമുക്കറിയാം ഈ വധശിക്ഷ നീട്ടിവെച്ച ഘട്ടത്തിൽ തന്നെ പിന്നെ ഈ ദിയാധനം സംബന്ധിച്ച കാര്യങ്ങളൊന്നും തീരുമാനമായിരുന്നില്ല. അതിനുശേഷം തന്നെ ഈ ദിയാധനം സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ തലാലിൻ്റെ കുടുംബത്തിൽ അത്തരത്തിൽ 2 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതായത് കുടുംബത്തിൽ തന്നെ ഒരു വിഭാഗം പറയുന്നത് ഈ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷ ആ നടപടികൾ മാറ്റിവെക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം പറഞ്ഞത് വധശിക്ഷ നടപ്പിലാക്കണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഏകാഭിപ്രായം രൂപീകരിക്കുന്ന ഒരു കാര്യത്തിൽ ഈ ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ പ്രതിനിധികൾ വിജയിച്ചു എന്നാണ് നമുക്ക് ഈ നിമിഷത്തിൽ കരുതാൻ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു വാർത്ത, പ്രതീക്ഷയേക്കുന്ന വാർത്ത വന്നിട്ടുള്ളത്. ഈ തലാലിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ യമൻ ആക്ടിവിസ്റ്റുമായ സർഹാൻ ഷംസാൻ അൽ വിസ്വാബിയാണ് ഇത്തരത്തിൽ ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഇനി വധശിക്ഷ ഉണ്ടാവില്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് FBയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നിമിഷപ്രിയയുടെ കേസ് എന്ന് പറയുന്നത് യമനിൽ അല്ലെങ്കിൽ നോർത്ത് യമനിലെ ദമറിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. അവിടെയുള്ള ഈ തലാലിന്റെ കുടുംബത്തെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ അതിൽ വളരെ വൈകാരികമായിട്ടുള്ള കേസാണ്. ആ കേസിനകത്താണ് ഇന്ത്യൻ സർക്കാരിനും അതോടൊപ്പം തന്നെ നയതന്ത്ര സംവിധാനങ്ങൾക്കൊക്കെ പരിമിതിയുള്ള ഒരു ഘട്ടത്തിലേക്ക് ചാണ്ടി ഉമ്മൻ MLA കാന്തപുരത്തെ സമീപിക്കുന്നു. ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുശേഷം കാന്തപുരം ഇടപെടുന്നു. അതിനുശേഷമാണ് 15-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കാന്തപുരത്തിന്റെ ഇടപെടൽ കാരണം അത്തരത്തിൽ വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെ ഈ കാന്തപുരത്തെ അതല്ലെങ്കിൽ കാന്തപുരത്തിന്റെ അടുത്ത സുഹൃത്തും യമനിലെ പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതനുമായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ അഫീൽ മുഖേനയാണ് ഇത്തരത്തിലൊരു ചർച്ച തന്നെ സാധ്യമായിട്ടുള്ളത്. മുമ്പൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഒക്കെ ചർച്ച നടത്തുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ തലാലിൻ്റെ കുടുംബവുമായുള്ളൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളില്ലാത്ത യമനകത്ത്, നമുക്കറിയാം യമൻ എന്ന് പറയുന്നത് ആഭ്യന്തര കലാപങ്ങളൊക്കെ തന്നെ രൂക്ഷമായ ഒരു രാജ്യം കൂടിയാണ്. ദക്ഷിണ യമനും നോർത്ത് യമനും 2 പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് 2 രാഷ്ട്രീയ സംവിധാനങ്ങളാണ് 2 ഭാഗത്തുമുള്ളത്. അതോടൊപ്പം തന്നെ ഹൂതികൾക്ക് സ്വാധീനമുള്ള സനയിലാണ് ഇത്തരത്തിൽ ഈ നിമിഷപ്രിയയെ പാർപ്പിച്ചിരുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഏറെ സങ്കീർണമായിട്ടുള്ള വിഷയത്തിനകത്തെ കാന്തപുരം ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് അതോടൊപ്പം ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കില്ല, വധശിക്ഷ അല്ലെങ്കിൽ നടപ്പാക്കില്ല പറഞ്ഞതുപോലെ യമന്റെ ഒരു
അന്തരീക്ഷം അത് നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാരിനടക്കം അല്ലെങ്കിൽ മറ്റുള്ളവർക്കടക്കം ഈ ചർച്ചകൾ നീണ്ടുപോകാനുള്ള കാരണം പോലും ആരോട് സംസാരിക്കണം, എന്ത് തീർപ്പാക്കണം എന്നൊരു അവിടെ ആഭ്യന്തര യുദ്ധം രൂക്ഷമാണ്. ഈ മറ്റ് രാജ്യങ്ങൾക്കുമുള്ള സമ്മർദ്ദം ചെലുത്തലും കാര്യങ്ങളും ഒക്കെ നടക്കുകയുമായിരുന്നു. അപ്പോൾ അനിൽക്ക് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനി ജയിൽ മോചനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയുള്ള കടമ്പകൾ എന്തൊക്കെയായിരിക്കും? സേതുലക്ഷ്മി, സ്വാഭാവികമായി നമുക്കറിയാം അബ്ദുൾ റഹീമിന്റെ മോചന കേസ് നമുക്കറിയാം. അതായത് അത് ഇത്യാദനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ഈ അബ്ദുൾ റഹീമിനെ മാപ്പ് നൽകിയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഇനിയിപ്പം ഈ ഇത്യാദനം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ തടവ് ശിക്ഷ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പം അതൊക്കെ തീരുമാനിക്കേണ്ടത് അവിടെയുള്ള നീതിന്യായ സംവിധാനങ്ങളാണ്. അല്ലെങ്കിൽ ഇനി നടക്കുന്ന ചർച്ചകളിലായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാണ്. ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ കേസിൽ തന്നെ ഇത്യാദനം സ്വീകരിച്ചുകൊണ്ടാണ് കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് തന്നെ ഈ വിചാരണ കാലയളവ് അതൊരു ഈ ജീവപര്യന്തം കാലയളവായി പരിഗണിച്ചുകൊണ്ടാണ് അബ്ദുൾ റഹീമിന്റെ കേസ് ഉൾപ്പെടെ അത് അത്തരത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നത്. സ്വാഭാവികമായിട്ടും നിമിഷപ്രിയയുടെ കേസും അത്തരത്തിൽ ഇത്യാദനം സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിമിഷപ്രിയ അനുഭവിക്കേണ്ടി. അതിനുശേഷമായിരിക്കും മോചനശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവികം കടക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്ലാമത വിശ്വാസപ്രകാരം ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഈ വധശിക്ഷയിൽ ഒഴിവാക്കാനുള്ള ഒരു നിയമം ഇസ്ലാമിക നിയമവ്യവസ്ഥയിലുണ്ട്. ചിലപ്പോൾ പല ആൾക്കാരും അത്തരമൊരു കാര്യം അറിയുന്നത് പോലും ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ്, ചർച്ചയാകുന്നത് ഈ ഘട്ടത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഇനിയും പുരോഗമിക്കും. അതായത് ഈ മോചനശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാവേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നീട്ടിവെച്ച വാർത്ത ആദ്യം നൽകിയത് ന്യൂസ് മലയാളമാണ്. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, അതായത് ആ ചർച്ചക്കകത്ത് 14 തീയതി ആ ചർച്ചക്കകത്ത് പങ്കെടുത്ത യമനിലെ ഷൂറ കൗൺസിൽ അംഗവും ഹുദൈദ ചീഫ് ജസ്റ്റിസുമായിട്ടുള്ള മുഹമ്മദ് ബിൻ അമീൻ, അതായത് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്കും അതോടൊപ്പം തന്നെ ഇപ്പം നടപ്പാക്കില്ലെന്ന കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതായാലും അവിടെ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളൊന്നും കുറച്ച് കാണുന്നില്ല. കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, കേരള സർക്കാരും ഇടപെട്ടിട്ടും, കൂടാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിനക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കുടുംബവുമായിട്ട് അത്തരത്തിൽ ചർച്ചയ്ക്ക് ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. കുടുംബമായിട്ട് മധ്യസ്ഥ ചർച്ചയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല. അതിന് ഈ കാന്തപുരം ഇടപെട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് എത്തുന്നത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി മറ്റു വ്യവസായികളൊക്കെ തന്നെ കേരളത്തിന് പുറത്തുനിന്നുള്ള വ്യവസായികളൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ ഇടപെടലൊന്നും നമ്മൾ ചെറുതായി കാണുന്നില്ല. പക്ഷേ ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ എത്തരത്തിൽ വധശിക്ഷ നടപ്പാക്കില്ല എന്നൊരു കാര്യത്തിലേക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി. നിമിഷപ്രിയയെ ഏത് രീതിയിലും തിരികെ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രഥമ പരിഗണനയും. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായത് കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിലും അപ്പുറം സന്തോഷം നൽകുന്ന ഒരു വാർത്ത മറ്റൊന്നില്ല.